സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ. അതിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. പിന്നെ അതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്ത് സ്കാലപ്പ് നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്കാലപ്പ് നെക്ക് എങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുത്തേക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ തുണിയാണ് കേട്ടോ. 3.5 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാതെ. ലൈനിങ് നമ്മൾ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ തന്നെ യോക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നൈസിലെ യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 14 കേട്ടോ. അപ്പോൾ നമുക്ക് 14 ആദ്യമേ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ തന്നെ ഈ ലൈനിങ്ങിൻ്റെ സൈഡൊക്കെ ഒന്ന് നമ്മൾ ക്രോപ്പ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് അൺഇവൻ ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് സ്ലാൻഡിങ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ സ്ലാൻഡിങ് ഒക്കെ മാറ്റി നല്ല സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ച് നമ്മൾ ആദ്യമേ തന്നെ എടുക്കണം. അപ്പോൾ അതെ വരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ള തയ്യൽത്തുമ്പും കൂടെ ആദ്യമേ താഴ്ത്തുനിന്ന് വിട്ടേക്കണം. ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ നമ്മൾ വിടുന്നുണ്ട് ഇങ്ങനെ. അതിനുശേഷം നമ്മൾ 14 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി എടുക്കുവാണ്. 14 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ഇവിടെ വരച്ചു കൊടുത്ത് ഷോൾഡറിൻ്റെ ആ ഒരു ലൈനാണിത്. പിന്നെ അതായത് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പാണ് ഇവിടെ 1/2 ഇഞ്ച് മേളിലേക്ക് കയറ്റിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് 14 ഇഞ്ച് വേണമേ. കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് 14 ഇഞ്ച് വേണം. അതിന് ഈ 14 ഇഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്ത് മേളിൽ നമ്മൾ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്ത്. ഇനി നമ്മൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. അപ്പം ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ബാക്കിൽ ഒട്ടും കഴുത്ത് ഇറക്കുന്നില്ല. കഴുത്ത് ഇറക്കുന്ന കേസിലാണ് നമ്മുടെ ആക്ച്വൽ ഷോൾഡറിൽ നിന്ന് ഡിഫറൻസ് വരുന്നത്. ഇതിൽ നമ്മൾ കഴുത്ത് ഇറക്കാത്തത് കൊണ്ട് നമ്മൾ എത്രയാണോ ഷോൾഡർ, ഇപ്പം നൈസിയുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14.5 നൈസിയുടെ ഷോൾഡർ. അപ്പോൾ 14.5 ഡിവൈഡഡ് ബൈ 2 കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്തോരം ഷോൾഡർ നൈസിക്കുണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ എടുക്കണം. കാരണം നമ്മൾ താഴത്തേക്ക് നെക്ക് ഇറക്കുന്നില്ല. അപ്പോൾ ഫുൾ ഷോൾഡർ 14.5 അതിനെ ഡിവൈഡഡ് ബൈ 2 കൊടുക്കാം. നേരത്തെ 7.25 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ 7.25 അങ്ങനെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ എടുക്കണം. അതായത് നമ്മൾ 7.25 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ വരയ്ക്കാൻ പോവാണ്. ആം ഹോൾ നമ്മൾ ഇതേപോലെ തന്നെ കണ്ടുപിടിച്ചെടുക്കുകയാണ് വേണ്ടത്, നമുക്ക് കറക്റ്റ് എന്തോരം വേണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ ഊഹം വെച്ചിട്ട് ഞാനൊരു 7 ആണ് നൈസിക്ക് നോർമലി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ അത് 7 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നൈസിയുടെ ചെസ്റ്റിൻ്റെ ആ ഒരു അളവാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നൈസിയുടെ ആ ഒരു ബസ്റ്റിൻ്റെ ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത് 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 4 കൊടുത്ത് 4 കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 നമ്മൾ തുണി മടക്കി ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 4 കൊടുക്കുന്നത്. ഈ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. എൻ്റെ വീഡിയോസ് കൂടുതലും ബിഗിനേഴ്സാണ് കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അറിവുള്ളവർക്ക് എൻ്റെ അത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 8.5 നമുക്ക് കിട്ടിയേക്കുന്നത്. 8.5 കിട്ടുന്നതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലൂസ് ഉണ്ടാവില്ല, ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഡ്രസ്സ്. അപ്പോൾ കുറച്ച് നമ്മൾ ലൂസായിട്ട് ഇടാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ട് 9 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 2 ഇഞ്ച് തയ്യൽത്തുമ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽത്തുമ്പ് 2 ഇഞ്ച് ഞാൻ എപ്പോഴും എല്ലാ ഡ്രസ്സിലും 2 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും നമ്മൾ 2 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു 1.5 ഇഞ്ച് മതിയെങ്കിൽ 1.5 ഇഞ്ച് ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് അളവുകൾ കൃത്യമായിട്ട് നമുക്കൊരു ഉറപ്പുണ്ടാവണം. ഇന്ന അളവ് തന്നെയാണ്, നമ്മുടെ അളവ് ഇങ്ങനെയാണ്, 1.5 ഇഞ്ച് നമുക്ക് ഇട്ടാൽ മതി. അല്ലാണ്ട് നമുക്ക് അറിയാത്ത ആൾക്കാരുടെ ഡ്രസ്സിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ഫ്രഞ്ച് കർവ് എന്ന് പറയുന്നൊരു സൂത്രമുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിനി മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ ഒരു പോയിന്റ് 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിന് മുന്നേ നമ്മളിത് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഈ 7 ഇഞ്ചിൻ്റെ സെൻറ്റർ ഈ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തയ്യൽത്തുമ്പ് ഉൾപ്പെടെ. അങ്ങനെ ഇത് വെച്ചു 7 ഇഞ്ചിൻ്റെ സെൻറ്റർ നമ്മളിത് ഇവിടെ വരച്ചെടുക്കുവാണ്.
വരച്ചെടുത്തിട്ട് ഈ സെൻറ്ററിലും ഇവിടുത്തെ പോയിന്റിലും ഈ ഫ്രഞ്ച് കർവ് മുട്ടണ തരത്തിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതെല്ലാം ഞാൻ തുന്നൽക്കാരൻ്റെ വീഡിയോയിൽ നിന്നാണ് കേട്ടോ ഇൻസ്പയർഡ് ആയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ വീഡിയോ പോയി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളേ. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്തേക്കണതിന് ഇത് കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നൈസിയുടെ മറ്റേ ആം ഹോള് ഞാൻ ആദ്യം എടുക്കുവാണ്. അപ്പോൾ നൈസിയുടെ ആം ഹോൾ എന്ന് പറയുന്നത് 15.5 ഈ 15.5 നൈസിയുടെ ആം ഹോൾ. ആം റൗണ്ട്, ഈ ആം റൗണ്ടിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്ന എല്ലാ കേസിലും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം എന്നാണ് ആ ചേട്ടൻ പറഞ്ഞേക്കണം. അതിനനുസരിച്ച് പ്ലസ് 1 ഇഞ്ച് കൂട്ടാൻ നേരത്ത് 16.5 ഇഞ്ച് വരുന്നുണ്ട്. /2 കൊടുക്കണം. ആം ഹോള് 2 ആയിട്ടല്ലേ വരുള്ളൂ, 2 മടക്കായിട്ടേ വരുള്ളൂ. അതുകൊണ്ടാണ് /2 കൊടുക്കുന്നത്. കണ്ടോ, ഇത് ഒരു ഭാഗത്ത് വരുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മറ്റേ ഭാഗത്തും വരുന്നത്. അതായത് ഫ്രണ്ടിൽ വരുന്നത് ഇതാണെങ്കിൽ ബാക്കിലും ഇതുപോലെ തന്നെ ഒരെണ്ണല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ /2 കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ /2 കൊടുക്കുമ്പം 8.4 വരുന്നത്. അപ്പോൾ 8.4 തന്നെ ഇല്ലേന്ന് നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഇതേ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഈ തയ്യൽത്തും ഉൾപ്പെടെ വേണം കേട്ടോ 8.4 അളക്കാനായിട്ട്. ഇങ്ങനെ നോക്കി ഇങ്ങനെ വെച്ച് വന്നു കഴിയുമ്പം 8 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു 4 ഇഞ്ചൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്കത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ 4 ഇഞ്ച് വരെ ഉള്ളതേ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടുള്ളൂ. 1/2 ഇഞ്ച് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാറ്റണം കേട്ടോ. അപ്പോൾ 8.4 ആണെങ്കിൽ കൃത്യം നമുക്ക് 8.4 കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ 8 മതി നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു 4 ഇഞ്ച് വരെയുള്ള ഡിഫറൻസ് നമുക്ക് സഹിക്കാമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞേക്കണത്. ആ രീതി തയ്ച്ച് നോക്കിയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പം മാറ്റി വരയ്ക്കാത്തത്. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ഇറക്കം കുറച്ചും കൂടി കൂട്ടണം. നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ, ഇങ്ങോട്ട് കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കൂട്ടണം. നിങ്ങൾക്ക് കുറയ്ക്കുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ഹോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഏകദേശം കറക്റ്റാണ്. നൈസിക്ക് എടുക്കുന്നത് ഞാൻ സ്ഥിരം 7 തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് ഇല്ലാതിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിങ്ങും കൂടെ ചെയ്യാവേ. അപ്പോൾ നൈസിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് 30 30 /4 കൊടുക്കുമ്പോൾ 7.5 വരുന്നത്. അപ്പോൾ നമുക്ക് 7.5 മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ ലൂസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. വേണമെങ്കിൽ നമുക്ക് അരയിഞ്ച് ലൂസ് ആഡ് ചെയ്യാം. അങ്ങനെ അരയിഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 8 നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഞാൻ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽത്തുമ്പ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കെട്ടും, അതേ ഉള്ളൂ ഡിഫറൻസ്. ആയിട്ടുള്ള മെഷർമെൻറ്റ് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ബാക്കിൻ്റെ രീതിയിലാണ്. ഇനി ഫ്രണ്ടിന് വരുന്ന മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക്. അപ്പോൾ അതെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു മെയിൻ സാധനം ഞാൻ വിട്ടുപോയി, അതെൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആക്ച്വൽ ഷോൾഡർ നമ്മൾ എടുത്തെന്ന് പറഞ്ഞല്ലോ, ആക്ച്വൽ ഷോൾഡർ എടുക്കുന്ന എല്ലാ കേസിലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ. ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും കിടക്കുന്നത്. ഇവിടെ ഭയങ്കര ചുളിവുകൾ വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തെടുത്തേച്ചു. ഇവിടുന്ന് 3 ഇഞ്ചാണ് ഞാൻ കഴുത്തകലം കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്ലോപ്പ് നമ്മൾ കൊടുക്കണേ. സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ഈ 1/2 ഇഞ്ച് താഴത്തേക്കും കൂടെ നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യണവേ. ഇവിടെ 7 ഇഞ്ചല്ല നമുക്ക് വേണ്ടിയിരുന്നേ. അപ്പോൾ ആ 7 ഇഞ്ച് തന്നെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണേ. ഇവിടുന്ന് വേണം നമ്മൾ 7 ഇഞ്ച് എടുക്കാനേ, ഇവിടുന്ന്. കാരണം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പോവുക. നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഡിഫറൻസ് വരുത്തിയതുകൊണ്ട് ഇവിടെ നമുക്ക് ഡിഫറൻസ് വരുത്തണം കേട്ടോ. ഇത് നമുക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതായത് നമ്മൾ 1/2 ഇഞ്ച് താഴത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ഒന്നും കൂടെ ഒന്ന് ആം ഹോൾ വരച്ചു കൊടുക്കാവേ. നമുക്ക് നേരത്തെ കിട്ടിയ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ വേണം കേട്ടോ നോക്കാനായിട്ട്. ഇത് നമ്മൾ ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന പോർഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ അതെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കാം ഒന്നും കൂടെ ഷോൾഡർ സ്ലോപ്പ് ആം ഹോളെ. ബാക്ക് കയറിയിരിക്കുന്ന നെക്ക് അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ചെയ്താൽ മതി അല്ലേ? ബാക്ക് കയറിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആക്ച്വൽ ഷോൾഡർ വരുന്ന എല്ലാ കേസിലും ഇതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ഇട്ടപ്പോഴത്തേനും വരുന്ന ഡിഫറൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്.
ഇതല്ലായിരുന്നു കേട്ടോ നമ്മുടെ മാർക്കിങ്, ഇതാണ് നമ്മുടെ മാർക്കിങ്. അപ്പോൾ ആ മാർക്കിങ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്. ഇപ്പം നമ്മൾ ബാക്ക് പോലെ തന്നെയാണ് ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഇതിനകത്ത് ഒരു പീസ് നമുക്ക് ബാക്കിന് വേണ്ടി മാറ്റാം. ഈ പീസ് നമ്മൾ ബാക്കിന് വേണ്ടി മാറ്റി വെക്കുവാണ്. അപ്പോൾ നമ്മൾ കഴുത്ത് ഇതിന് കട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ നമ്മൾ കഴുത്ത് ഇറക്കുന്നില്ല, ഒട്ടും ഇറക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്രണ്ടിന് വേണ്ടി വരുത്തുന്ന മാറ്റങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി വരയ്ക്കണം. ഈ നോർമലി നമ്മൾ വരച്ച് വെച്ചേക്കണ ആം ഹോളൊക്കെ ഉണ്ടല്ലോ, ഈ ആം ഹോളിൻ്റെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച്, ഈ 1.5 ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കണം കറക്റ്റായിട്ട് 1/2 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 1.5 ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 2ലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഇവിടെ ഈ 1/2 ഇഞ്ച് എടുക്കണം. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഇല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതിങ്ങനെ വളച്ച് വെച്ച് വരച്ചു കൊടുക്കണം. വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കുമ്പോൾ ഈ സെൻറ്ററും കൂടെ നോക്കണേ. 7 ഇഞ്ച് നമ്മൾ വെച്ചു. എന്നിട്ട് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെയാണ് സെൻറ്റർ. ആ സെൻറ്ററിൽ നമ്മൾ മുട്ടിച്ച് വേണം ഫ്രഞ്ച് കർവ് വെക്കാനായിട്ട്. അപ്പോൾ അതായത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കഴുത്താണ് കേട്ടോ. കഴുത്തിൻ്റെ നമ്മൾ കഴുത്ത് അകലവും കഴുത്ത് ഇറക്കവും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് അതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാർക്കിങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ലൈനിങ്ങിൽ നമ്മളിത് വെട്ടേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഞാനിത് മറന്നുപോയി അബദ്ധം പറ്റി കട്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. ശരിക്കും നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. ശരിക്കുള്ള കഴുത്തകലവും കഴുത്തിൻ്റെ ഡെപ്തും എത്രയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു പോകാം. ഇപ്പം ഞാൻ അറിയാതെ കട്ട് ചെയ്ത് പോയതാണ് കേട്ടോ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ടും ബാക്കും നമ്മളുള്ള ആ ഒരു കൈക്കുഴിയുടെ ഡിഫറൻസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എക്സ്ട്രാ പീസും കൂടെ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തി. ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ നമ്മളിവിടെ കുഴിച്ച് വെട്ടാൻ അളവ് കുഴിച്ച് വെട്ടി ഇത് വീനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒറിജിനൽ പീസിൽ കട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ മടക്കിയിടുക, 4ആയിട്ട് മടക്കിയിടണം കേട്ടോ. ഇങ്ങനെ അത് നമ്മുടെ ഡിസൈനിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണം കേട്ടോ. നമ്മൾ മടക്കി ഇടാനായിട്ട് 4 പീസ് വേണം നമുക്ക്. അപ്പോൾ 1, 2 ആയിട്ടുണ്ട്. ഇവിടെ 3, 4 പീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് എടുത്ത് ഇതിൻ്റെ പൊക്കത്തേക്കിടാം. ബാക്ക് പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്ക് പോലെ തന്നെ വെട്ടിയെടുക്കാവേ. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കും ഫ്രണ്ടും ഞാൻ ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതായത് ബാക്ക് പീസ് നമുക്ക് ഇതിനകത്തുനിന്ന് മാറ്റാം. ബാക്ക് പീസിൻ്റെ ലൈനിങ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെക്കാനായിട്ട്. രണ്ടും ഒന്നിച്ച് മടക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇതെടുക്കാം. ഈ പീസയിൽ ഫ്രണ്ട് പീസ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തണമല്ലോ. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ ലൈനിങ്ങിൻ്റെ മേളിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചേഞ്ചസ് വരുത്തി നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ കഴുത്ത് വെട്ടില്ല കേട്ടോ. കഴുത്ത് നമ്മൾ ലൈനിങ്ങിലാണ് വെട്ടിയേക്കുന്നത്. മെയിൻ ക്ലോത്തിൽ നമ്മൾ വെട്ടില്ല. നമ്മൾ ക്യാൻവാസ് വെച്ച് എല്ലാം അടിച്ചെടുത്തതിന് ശേഷമേ നമ്മളിനി കഴുത്ത് വെട്ടത്തുള്ളൂ. ഇനിയാണ് നമ്മുടെ ഒരു മെയിൻ സംഭവം, ആലിയാക്കട്ടാണ് നമ്മളിനി വെട്ടാൻ പോകുന്നത്. അപ്പോൾ ആലിയാക്കട്ടിന് വേണ്ടിയിട്ട് ഏറ്റവും കയറിയ ഭാഗം ഐസിക്ക് വേണ്ടത് ചെയ്തത് ആലിയാക്കട്ടിന് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈസിക്ക് എടുത്തേക്കണത് 10.5 എടുത്തേക്കണത്. 10.5 മുതൽ മതി നൈസിക്ക് ആലിയാക്കട്ട്. അത് നൈസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10.5 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. ആണെങ്കിൽ ഒരു 11ൻ്റെ അവിടെ മാർക്ക് ചെയ്താൽ മതി, കയ്യെഴുത്തുമ്പോൾ കൂടെ ചേർത്തേ. 10.5 അവിടെ നൈസിക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കയ്യെഴുത്തുമ്പോൾ കൂടെ ചേർത്ത് 11ൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യണം. ഇതിലേക്ക് നിങ്ങളിത് കാണുന്നുണ്ടോ?
അപ്പം നമ്മൾ യോജിപ്പിച്ച് വെച്ചേക്കുന്ന ആ ഒരു ലൈൻ ദേ ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ആലിയ കട്ടിൻ്റെ ആ ഒരു ഇൻവേർട്ടഡ് വി വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ മേത്തേക്ക് വെച്ച് നോക്കണം കേട്ടോ. അതായത് നമ്മൾക്ക് തയ്ക്കുന്ന കേസിലൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നോക്കാനായിട്ടൊക്കെ പറ്റും കറക്റ്റ് അല്ലേ അളവുകളെന്ന്. അപ്പോൾ ഞാനൊന്ന് വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇൻവേർട്ടഡ് വി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിരിക്കും. സ്ലീവിൻ്റെ ലെങ്ത് ഇത് 1/2 ഇഞ്ച് ഇവിടെയും 1/2 ഇഞ്ച് ഇവിടെയും തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് 15.5 നമ്മൾ ഇതിൻ്റെ ലെങ്ത് എടുത്തേക്കണത്. അപ്പോൾ അതെ നമുക്കിവിടെ 15.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഐസിയുടെ ഇവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ഷേപ്പ് 9.5 ഐസിയുടെ ഈ താഴത്തെ ഷേപ്പ് വരുന്നത്. അപ്പോൾ 9ൻ്റെ പകുതി എത്രയടി? 4.5. അപ്പം 4.5 വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് മൊത്തം നമ്മളൊരു 7 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ കേട്ടോ. അതിനുശേഷം നമ്മളിവിടെ നൈസിയുടെ നമ്മൾ സ്ലീവ് എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ വീതി എടുക്കേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവുണ്ടല്ലോ, ചെസ്റ്റ് അളവ് നമ്മൾ എത്രയാണോ എടുത്തത് നൈസിക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് 9 അപ്പോൾ നമ്മൾ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ആക്ച്വലി നൈസിയുടെ ചെസ്റ്റ് നമ്മൾ ലൂസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ 9 എടുത്തേക്കണത്. അപ്പോൾ ആ 9 8.5 നമുക്ക് വരുന്നത്. ശരിക്കും 8.5 എടുത്താലും കറക്റ്റ് ആയിരിക്കും സ്ലീവ്. ഞാൻ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതാണ്. നൈസിക്ക് വേണ്ടി ലൂസും കൂടെ ചേർത്ത് ഞാൻ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ആ ലൂസും കൂടെ ചേർത്ത് എത്രയാണോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് അതാണ് കേട്ടോ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 9 ഇഞ്ച്. 9 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഞാനൊരു 4 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ഈ 9 ഇല്ലേന്ന് നമ്മൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യണം, അവിടെ ഉണ്ട്. അതുപോലെ നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ ഒരു എസ്, ഒരു നൈസായിട്ടുള്ളൊരു എസ്, ആ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കൂടെ ഇത് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെ വന്നെടുത്തു. നമ്മുടെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തു, സ്ലീവ് കട്ട് ചെയ്തെടുത്തു നമ്മുടെ മെയിൻ ക്ലോത്തിൽ നിന്ന്. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തപ്പോഴത്തേന് നമ്മൾ 1 മീറ്റർ തുണിയാണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. യോക്കിന് വേണ്ടി മെയിൻ ക്ലോത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. 1 മീറ്റർ തുണി നമ്മൾ സ്ലീവിനും ഇതിനും വേണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് കിട്ടിയേക്കുന്നത് 2.5 മീറ്റർ തുണിയാണ് ഇത് കിട്ടിയേക്കുന്നത്. ഈ 2.5 മീറ്റർ തുണീനെ നമ്മൾ ഇനി ഇത് 2ആയിട്ട് ഞാൻ ഭാഗിക്കുവാണ്. അപ്പം ഞാനിവിടെ നോക്കിയായിരുന്നു വീതിയാണോ നീളമാണോ ഇതിന് കൂടുതലെന്ന്. അപ്പം നമ്മൾ എടുത്തേക്കുന്ന പോലെ ഇങ്ങനെയാണ് നമുക്ക് കൂടുതൽ കിട്ടിയേക്കുന്നത്. നമുക്ക് ഏത് സൈഡിൽ നിന്നാണോ കൂടുതൽ കിട്ടുന്നത് അത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് ഇപ്പം ഞാനിങ്ങനെ അളവ് നോക്കുന്നത് വീതിയാണോ നീളമാണോ, അതായത് ഇങ്ങനെ നോക്കുമ്പോഴാണോ കൂടുതൽ തുണി കിട്ടുന്നത്, ഇങ്ങനെ എടുക്കുമ്പോഴാണോ കൂടുതൽ തുണി കിട്ടുന്നതെന്നാണ് ഞാനിപ്പോൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തുണി കിട്ടുന്നത്. അപ്പോൾ ഈ 2.5 മീറ്റർ തുണി ഇവിടെ ഉണ്ട്. ഈ 2.5 മീറ്റർ തുണിയെ നമ്മൾ 2ആയിട്ട് ഭാഗിക്കാൻ പോവുകയാണേ. ഈ 3.5 മീറ്ററൊക്കെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമായിട്ട് ഗ്യാദേഴ്സ് ഇടാൻ പറ്റില്ല, കുട്ടിയായിട്ട് ഗ്യാദേഴ്സ് ഇടാൻ പറ്റുള്ളേ. അപ്പം നിങ്ങൾക്കൊരു ആവശ്യത്തിന് ഭയങ്കരമായിട്ട് ഗ്യാദേഴ്സൊക്കെ വേണമെങ്കിൽ ഒരു 4.5 മീറ്റർ തുണിയെങ്കിലും എടുക്കണം. അപ്പോൾ ഇത് 3.5 മീറ്റർ തുണി കൊണ്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഗ്യാദേഴ്സാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് കാണാം. അപ്പോൾ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പീസ് ഫ്രണ്ടിനും ഒരു പീസ് ബാക്കിനുമാണ് എടുത്തേക്കണത്. ഇത് മൊത്തം 2.5 മീറ്റർ തുണിയാണുള്ളത്. ആ 2.5 മീറ്റർ തുണിയെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കണത്. ഇതിന് യോക്കിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ലെങ്ത് ഇതിന് കൂടുതലായിരിക്കും. കാരണം നമുക്ക് നൈസിക്ക് ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് 47 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് യോക്ക് ലെങ്ത് നമ്മൾ സെപ്പറേറ്റ് 13.5 എടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇതിപ്പോൾ 44 ഇഞ്ച് നീളമുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പോഴല്ല കട്ട് ചെയ്യുന്നത്, ഗ്യാദേഴ്സ് എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റാണ് ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. ഇനിയാണ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ കട്ടിങ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്കാലപ്പ് നെക്ക് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആവശ്യത്തിന് വീതി നീളമുള്ളൊരു ക്യാൻവാസിൻ്റെ പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാർക്കിംഗ് എല്ലാം 2ആയിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ല വൃത്തിക്ക് ഇത്
മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കഴുത്തകലം ഇതിലേക്കാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നൈസിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് 3.25 ഇഞ്ചാണ് നമ്മൾ കഴുത്തകലം എടുത്തേക്കുന്നത്. കണ്ടോ, ടേപ്പ് ഞാൻ വെച്ചേക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 3.25 ഇഞ്ചാണ് ഞാൻ നൈസിക്ക് എടുക്കുന്നത്. ഇത് ഒരു സ്മോൾ അളവുകൾക്ക് മാത്രമേ ഈ കഴുത്ത് ഇപ്പോൾ വെട്ടുന്ന ഈ കഴുത്ത് സ്മോളുകാർക്ക് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്ത് പോകാവുള്ളൂ. ഒരു മീഡിയം മുതൽ മേളിലേക്ക് വരാൻ നേരത്ത് നമ്മൾ കഴുത്തകലം മിനിമം ഒരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ പോവാം കേട്ടോ. ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല 4 ഇഞ്ചൊക്കെ എടുത്താൽ. നൈസിക്ക് ഇപ്പം നമ്മൾ ഒതുങ്ങിയ കഴുത്താണ് എടുത്തേക്കുന്നത് കേട്ടോ. നല്ല ഒതുങ്ങിയ കഴുത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. ബാക്ക് കഴുത്ത് നമ്മൾ വെട്ടിയിട്ടില്ല, ഫ്രണ്ട് കഴുത്ത് മാത്രമാണ് നമ്മൾ ഡെപ്തിൽ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 ഇഞ്ച് കഴുത്തിറക്കവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 7 ഇഞ്ച് ഞാൻ കഴുത്തിറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. 3.25 ഇഞ്ച് കഴുത്തകലവും മാർക്ക് ചെയ്തിട്ട് ഒരു വി പോലെ വരച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ കഴുത്തകലവും കഴുത്തിറക്കവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, കഴുത്തകലവും കഴുത്തിറക്കവും. പിന്നെ സ്കാലപ്പ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി നെക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തു. ഇനി ആ വി നെക്കിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ നമ്മൾ സ്കാലപ്പ് വരച്ചു കൊടുക്കണം കേട്ടോ. ആ സ്കാലപ്പിൻ്റെ വീതിയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഇപ്പം ഞാൻ നൈസിക്ക് ഒരു ചെറിയ സ്കാലപ്പാണ് കൊടുത്തേക്കുന്നത്. ചെറിയ റാ പോലുള്ള ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യമേ തന്നെ ഒരു റാ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊരു റാ വരച്ചെടുത്തിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. കണ്ടോ, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയില്ല എങ്കിൽ നമ്മുടെ റാ എല്ലാം മാറി ഇരിക്കുക, എല്ലാം വ്യത്യസ്തമായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സമയം എടുക്കുന്ന ഒരു കഴുത്താണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഒരു റാ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരച്ച് കറക്റ്റായിട്ട് എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്കാലപ്പ് എല്ലാം കംപ്ലീറ്റ് വരച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ള ആ ഒരു ക്യാൻവാസിൻ്റെ പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇതുപോലെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആ വരച്ചെടുത്തേക്കണം സ്കാലപ്പ് എക്സ്ട്രാ വരുന്ന പോർഷൻ എല്ലാം കട്ട് ചെയ്തത് ഇതുപോലെ മാറ്റിയെടുക്കണേ. നല്ല സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് സത്യത്തിൽ, പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു അബദ്ധം നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം നമ്മുടെ വേസ്റ്റായി പോകും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തതിന് ശേഷം നോർമലി എങ്ങനെയാണോ നമ്മൾ മറ്റേ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്, ഒരു തുണിയിലേക്ക് നമ്മൾ അയൺ ചെയ്ത് ഇതുപോലെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നോർമലി നമ്മൾ ക്യാൻവാസ് വെച്ച് എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെ തന്നെയാകട്ടോ ഇത്. സ്കാലപ്പ് ജസ്റ്റ് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡൊക്കെ മടക്കി അടിച്ചൊക്കെ എടുക്കുവാണ്. ഇനി പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല. നമ്മുടെ ആ ഒരു കഴുത്ത് എങ്ങനെയാണോ നോർമലി അടിച്ച് മറിച്ചെടുക്കുന്നത് അതുപോലെ നമുക്ക് അടിച്ച് മറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എല്ലാ പരിപാടികളും തീർത്ത് വെക്കണം കേട്ടോ. അലുക്കുലത്തെ പരിപാടി കൈയൊക്കെ മടക്കി അടിച്ച് എല്ലാ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ബാക്കാണ് കേട്ടോ. ബാക്കിൽ നമ്മൾ കഴുത്ത് വെട്ടുന്നില്ല. നൈസിക്ക് നല്ലതുപോലെ കയറിയ കഴുത്താണ്. ബാക്കിൽ നമ്മൾ കയറിയ കഴുത്താണ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിനും നമ്മൾ ലൈനിങ് താഴത്തെ പോർഷനിൽ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം ഫുള്ളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 4 വശവും നമ്മൾ ഇതേപോലെ ലൈനിങ് ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തു. അപ്പോൾ ബാക്കും കൈയും നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഫ്രണ്ട് പോർഷനിലേക്ക് കടന്നേക്കുന്നത്. ഇവിടെ മുതലാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചാണ് ആദ്യം തന്നെ എടുക്കുന്നത്. ആ ഇൻവേർട്ടഡ് വിയുടെ പോർഷൻ ഉണ്ടല്ലോ, ആലിയ കട്ടിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു സമയത്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ അടിക്കുന്നത്. ഇവിടെ നമ്മൾ അടിച്ച് മറിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും കൂടി ചേർത്ത് മുഖാമുഖം ഇട്ട് കൊടുക്കണം. നല്ല വശവും ചേർത്തിട്ടതിന് ശേഷം നമ്മളിത് ഒരു അടി കൊടുക്കണം. ഇതേപോലെ കൃത്യമായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ അടിച്ചു കൊടുക്കാനായിട്ട്. അടിച്ചു കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചെടുക്കും. അതെന്തിനാണ് ഫിനിഷ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണെന്ന്. ഇങ്ങനെ വെച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള വി കിട്ടുന്നത്. കണ്ടോ, നമ്മൾ മറിച്ചെടുത്തു കേട്ടോ. മറിച്ചെടുത്തതിന് ശേഷം അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണേ. പതിച്ചടിച്ച് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ എഴുന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ആ ഒരു പോർഷൻ, അതായത് ആ ഇൻവേർട്ടഡ് വി ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഇപ്പോൾ തന്നെ ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വി ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ആലിയ കട്ടിൻ്റെ വി കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല.
അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആലിയ കട്ടിന് വി മര്യാദക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതെ നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മറിച്ചെടുത്തപ്പോഴത്തേന് ആ വീട് ആ ഒരു സ്പേസ് കണ്ടില്ലേ, നല്ല ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. റോ എഡ്ജ് എല്ലാം പോയി നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ ലൈനിങ്ങിൽ കഴുത്ത് വെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കഴുത്ത് വെട്ടിയത് എനിക്ക് അബദ്ധം പറ്റി വെട്ടിയതാണ്. നിങ്ങളാരും ആ കഴുത്ത് വെട്ടുന്ന പോർഷൻ വെട്ടാൻ പാടില്ല. അപ്പം ഞാൻ എല്ലാ സൈഡും 4 സൈഡും കഴുത്തിൻ്റെ സൈഡും എല്ലാം അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിതേ ഇതുപോലെ ഒന്ന് 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിച്ച് വെച്ച് നോച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ മെയിൻ ക്ലോത്തിലും ഇട്ട് കൊടുക്കണം, ഈ ഒരു ക്യാൻവാസിലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു കട്ട് ചെയ്ത ആ ഒരു പോർഷൻ രണ്ടും ഒന്നിച്ച് ചേർത്ത് വെച്ച് ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്കൊന്ന് അടിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് തെന്നി മാറിപ്പോയിട്ട് വളഞ്ഞു തിരിഞ്ഞോ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സെൻറ്റർ വരെ നമ്മളൊരു അടി ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അടിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ആ സ്കാലപ്പിൻ്റെ സൈഡിൽ കൂടി നമ്മൾ അടിച്ചു പിടിപ്പിക്കണം. കണ്ടോ, ഇത്രയും ഞാൻ അടിക്കുന്നുള്ളേ. താഴത്തേക്ക് ആ ക്യാൻവാസിൻ്റെ മേളിലേക്ക് നമ്മൾ കയറ്റിയിട്ടേ ഇല്ല കേട്ടോ. അത് അതിന് ശേഷം നമ്മളിതേ സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മറ്റേ ക്യാൻവാസിൽ കയറ്റാണ്ട് വേണം അടിക്കാനായിട്ട്. ക്യാൻവാസിൽ കയറാണ്ട് ഇതുപോലെ പയ്യനെ നമ്മൾ അടിച്ചു കൊടുക്കണം. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണിത്. നമ്മൾ നല്ല ശ്രദ്ധയോടെയും ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കണം. നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഈ കഴുത്തെ. അത് നമ്മൾ കുറച്ച് ക്ഷമയോടെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ഒരു കഴുത്താണ്. വെറൈറ്റി ഒന്നും അല്ല, എന്നാലും നമുക്ക് ഇഷ്ടപ്പെടും ഈ ഒരു കഴുത്ത്. അപ്പോൾ അതായത് ഒന്ന് ശ്രദ്ധയോടെ നമ്മൾ തയ്ച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി തയ്യലിൽ കയറാതെ, നമ്മൾ എവിടെയാണോ തയ്ച്ചു കൊടുത്തത് ആ തയ്യലിൽ കയറാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. അതായത് ആവശ്യമില്ലാത്ത തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ വേണം, പക്ഷെ നമ്മുടെ തയ്യലിൽ ഇത് കയറാനും പാടില്ല. അതുപോലെ നല്ല വൃത്തിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ആ ഒരു ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന തുണിയല്ല ഇതുപോലെ നമ്മൾ വിടർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല നമ്മുടെ സ്കാലപ്പിനൊക്കെ വരുന്നത് എങ്ങനെയാണ്, നല്ല നൈസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിലൊരു അടി പോയേക്ക് നിങ്ങൾക്ക് കാണുന്നില്ലേ, അത് നമ്മൾ ലൈനിങ്ങുമായിട്ട് കൂട്ടിയടിച്ച് ചേർത്ത ആ അടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലൈനിങ്ങിൽ നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല എന്ന്, വീയുടെ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അതങ്ങനെ കട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് അവരൊരു അടി വന്നത്. നിങ്ങളത് അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യരുത്. അപ്പോൾ അതെ നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും സ്ലീവും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്യാദേഴ്സിൻ്റെ പോർഷനാണ്. അപ്പോൾ അതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗ്യാദേഴ്സ് ഇട്ടെടുക്കുവാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ ഗ്യാദേഴ്സ് ഇട്ടെടുക്കണം. നമ്മുടെ കറക്റ്റ് അളവിലേക്ക് നമ്മൾ ഒപ്പിച്ചെടുത്തേച്ചാൽ മതി. അതിനുശേഷം യോക്ക് പോർഷൻ നമ്മൾ ഇതുപോലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു താഴത്തെ പോർഷൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് ഇതുപോലെ യോക്ക് പോർഷൻ അതിൻ്റെ മീതേക്ക് വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. മനസ്സിലായില്ല, അതിൻ്റെ മേളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു, അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നു. അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നോക്കാൻ നേരത്ത് അതിൻ്റെ ആ ഒരു റോ എഡ്ജ് ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 2 സൈഡിലും എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു തുണി നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഈ ഒരു സമയത്തെ. അപ്പോൾ അത് നമ്മുടെ 2 സൈഡിലുള്ള തുണിയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രണ്ടും ബാക്കും ഫേസ് ടു ഫേസ് നല്ല വശവും കൂടി ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ബാക്ക് കഴുത്തിൽ എന്താ ചെയ്തേക്കുന്നത് കാണിച്ചിട്ടില്ല. അതായത് ബാക്ക് കഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടേ ഇല്ല, ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. ആദ്യം കട്ട് ചെയ്തേക്കുന്നതാണ്. ഈ ഒരു സമയത്താണ് നമ്മളിത് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ ജോയിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്താണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ. ബാക്കിനൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ബാക്ക് കഴുത്ത് ഇറക്കിയിട്ടില്ലേ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കഴുത്ത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഈ കഴുത്ത് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് ചെയ്തിട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ബാക്കിനൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ് ചെയ്യാനായിട്ട്, ബാക്കിനൊക്കെ ഒന്നും സ്റ്റിച്ച് പോലും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്കൊരു നല്ലൊരു ആലിയ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അതായത് നമ്മൾ
ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൈസിയുടെ ദേഹത്തൊന്ന് ഇട്ട് നോക്കിയായിരുന്നു. ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു പൊടിക്ക് നമ്മൾ കൈക്കുഴിച്ചിരും കൂടെ ഒന്ന് വെട്ടിക്കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടൊരു ശകലം മാത്രം ഈ കാണുന്ന പോലെ ഒരു കുഞ്ഞായിട്ട് നമുക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്നത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കുമല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ഇട്ട് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പം നമ്മൾ അതിന് ശേഷം കൈ പിടിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ എല്ലാവർക്കും പിടിപ്പിക്കാൻ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ കൈ പിടിപ്പിച്ചെടുത്തേച്ചാൽ മാത്രം മതി. അതിനുശേഷം പിന്നെ നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടുത്തെ അളവുകളാണ് എടുത്തു കൊടുക്കുന്നത്. ചെസ്റ്റും വേസ്റ്റും സ്ലീവും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ റൗണ്ട് /4 ആണ് ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ നോക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടുത്തെ റൗണ്ട് /4 അത് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവും എല്ലാം ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷൻ വരുമ്പോൾ മാത്രം /2 ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ആ മാർക്ക് ചെയ്ത വരച്ചേക്കുന്ന വരയിൽ കൂടി നമുക്ക് ഇതുപോലെ അങ്ങോട്ട് അടിച്ചു ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ നമ്മളൊന്ന് അടിച്ചെടുക്കണം. ഇതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. നമ്മൾ ആ തുണി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ, അത് നമ്മൾ ഈ ഒരു സമയത്ത് എക്സ്ട്രാ ഉള്ള ലെങ്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി നമ്മൾ മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാലപ്പ് നെക്ക്. ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.